ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഓർ ഗുഡ് ഈവനിങ്. മെട്രോ മലയാളത്തിൻ്റെ വീക്കെൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ അംബരീഷ് മോഹൻ, FRACGP ഫ്രം ന്യൂ കാസൽ, സിഡ്നി. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്ക് എൻ്റെ ഇഡലിയെക്കുറിച്ചാണ്. എൻ്റെ ഇഡലിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷേ എൻ്റെ ഇഡലിയെ ഈയിടെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെട്ടു. അതിന് തികഞ്ഞൊരു ഉത്തരവുമായി നമ്മുടെ തരൂർ സാറ് വരികയുണ്ടായി. അതിന് പുള്ളി പറഞ്ഞത് ഇതാണ്: ട്രൂലി ചാലഞ്ച് ഇൻ ദിസ് വേൾഡ്, civilization is hard to acquire. Taste and refinement to appreciate idlis or to watch autumn tullal is not given to every mortal. Take pity on this poor man, for he may never know what life can be. അത് പുള്ളിയുടെ ഭാഷയിൽ ശക്തമായിട്ട് പുള്ളി അതിനെ എതിർത്തു. പക്ഷേ എനിക്കങ്ങനെ പറയാനുള്ളൊരു ശേഷിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇഡലിയെ ഞാൻ സ്നേഹിക്കുന്നു. ഇഡലി ഒരു നല്ല ഫുഡാണ്. ആ ഇഡലിയും സാമ്പാറിൻ്റെയും ഗുണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്ന് പരിപ്പും സ്റ്റാർച്ചുള്ള അരിയും കൂടെ ചേർന്ന് ഫെർമെൻ്റ് ചെയ്ത് കിട്ടുന്ന ഒരു മാവിൽ നിന്നുണ്ടാക്കുന്നതാണ്. അത് നമ്മൾ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെർമെൻ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രോബയോട്ടിക്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് ഇതിനകത്ത് സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള റൈസ് നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ഹൈ GI ഇൻഡെക്സ് ഉള്ള ഫുഡാണ്. അപ്പം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഒരു ഫീൽ ഗുഡ് ഫുഡാണ്. പക്ഷേ നമ്മുടെ ഷുഗർ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നു. അത് കാരണം തന്നെ ഇഡലി ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഐഡിയൽ ഫുഡായിട്ട് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ ഇഡലിയുടെ കൂടെ കഴിക്കുന്ന പല കാര്യങ്ങളുണ്ട്. സാമ്പാർ, ചട്നി, പിന്നെ നമ്മുടെ ടൊമാറ്റോ ചമ്മന്തി, അങ്ങനെ അതിനെക്കുറിച്ചും കൂടെ നമ്മൾ ചേർത്ത് വേണം ഇഡലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് വരുന്നുണ്ട്. ഈ വെജിറ്റബിൾസിൻ്റെ അകത്ത് നമുക്ക് ടൊമാറ്റോ വരുന്നുണ്ട്. ടൊമാറ്റോയ്ക്കകത്ത് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻ്റാണ് ലൈക്കോപ്പീൻ. അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഞാൻ ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ സെല്ല് ഭ്രാന്തെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാൻ അതിന് ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ് ഈ ഓരോ ആൻറ്റി ഓക്സിഡൻസും ചെയ്യുന്നത്. കാരണം നമ്മൾ കഴിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പല തന്മാത്രകളും നമ്മുടെ സെല്ലിൻ്റെ DNA ഡാമേജ് ചെയ്യുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പം ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ചെല്ലുമ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ഈ നമ്മുടെ DNA നശിപ്പിക്കുന്ന ഈ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഈ തന്മാത്രകളെ അബ്സോർവ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇതിനെ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തെ ക്യാൻസറിൽ നിന്നൊരു എക്സ്റ്റെൻറ്റ് വരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇല്ലാതാക്കുകയല്ല, പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ സാമ്പാറിനകത്ത് ചേർക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്യാരറ്റ്. ക്യാരറ്റിനകത്ത് ബീറ്റ കരോട്ടിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നമ്മുടെ കണ്ണുകൾക്ക് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ സാമ്പാറിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്ന ലെഗ്യൂംസ്, പീസ്, ലെൻറ്റിൽസ്, ഇതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വളരെ ലോ GI ഇൻഡെക്സ് ഉള്ള ഒരു ഫുഡാണ്. അത് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ കുറേ നേരം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സാമ്പാറിൽ ചേർക്കുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ഡയബറ്റിക് രോഗികൾക്കും നല്ലതാണ്. അതിൻ്റെ അകത്തുള്ള ഫൈറ്റോ കെമിക്കൽസ് അതൊരു ആൻറ്റി ആർത്രൈറ്റിസിന് വളരെ നല്ലതാണ്. അതായത് സന്ധിവേദനയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല കാർഡിയോവാസ്കുലർ പ്രൊട്ടക്ഷനുണ്ട്. കാർഡിയോവാസ്കുലർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പം സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവും ഈ ഫൈറ്റോ കെമിക്കൽസിനുണ്ട്. പിന്നെ നമ്മൾ സാമ്പാർ, ചട്നി തുടങ്ങിയ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് സ്പൈസസ് ആണ്. ഈ സ്പൈസസിനകത്ത് പ്രധാനി ഗാർലിക് തന്നെയാണ്. ഗാർലിക്കിനകത്ത് അലിസിനും സാലിസെസ്റ്റീനും ഉണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. കാരണം ഇത് ഒന്ന് ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നു. അത് 3 രീതിയിലാണ് ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇത് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നു. ഈ കൊളസ്ട്രോളിനെ ഹൃദയത്തിൻ്റെ രക്തധമനികളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. മാത്രമല്ല സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഗാർലിക്ക് നമ്മൾ റാറ്റ്സിൽ കൊടുക്കുമ്പോൾ ഈ റാറ്റ് നമ്മൾ കഴിക്കുന്ന കൊളസ്ട്രോൾ അതുപോലെ തന്നെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. അപ്പം നമ്മുടെ എക്സ്ക്രീഷൻ ഓഫ് കൊളസ്ട്രോളും കൂട്ടുന്നു. അപ്പം അങ്ങനെ നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ ഒരു എക്സ്റ്റെൻറ്റ് വരെ കുറച്ച് നമ്മുടെ കൊളസ്ട്രോൾ നമ്മുടെ ഹാർട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും പ്രിവെൻറ്റ് ചെയ്ത് ഇത് ഹാർട്ട് അറ്റാക്കിന് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗാർലിക്ക്. പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ചേർക്കുന്നതാണ് മഞ്ഞൾ അഥവാ ടർമറിക്. ടർമറിക്കിൻ്റെ അകത്ത് കർക്കുമിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട്.
അതിൻ്റെ അകത്ത് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കെമിക്കലാണത്. അത് 4 മെയിനായിട്ട് വരുന്നു. അതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് പൊട്ടൻഷ്യലുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അത് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 2, അത് ഗ്ലൂക്കോസ് ലെവൽസ് ഒരുപാട് കുറയ്ക്കുന്നു. 3, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, അതായത് നമ്മുടെ ഹാർട്ടിൽ ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ ഉണ്ടാകുമ്പോഴത്തേക്കിന് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കൂടെ ചേർന്ന് അഗ്രിഗേറ്റ് ചെയ്ത് ഒരു നാരോഡ് ബ്ലഡ് വെസലിൽ ഒരു ക്ലോട്ട് ഉണ്ടാകും. അത് ഒരു എക്സ്റ്റെൻറ്റ് വരെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിന് ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പം സന്ധിവേദന, ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോഴത്തേക്കിന് എസ്പെഷ്യലി ടർമറിക്കിൻ്റെ കേസ് നമ്മൾ ചിന്തിക്കുമ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ സന്ധികളിൽ മാത്രമല്ല, ചില ആളുകൾക്ക് എക്സ്മ, ആസ്മ, സീലിയാക് ഡിസീസ് തുടങ്ങിയത് ഇതെല്ലാം ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാവുന്നതാണ്. ഇത് കുറയ്ക്കാനും ഒരു എക്സ്റ്റെൻറ്റ് വരെ ടർമറിക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടർമറിക്ക് കുറയ്ക്കുന്നത് ക്യാൻസർ, ഡയബറ്റിസ്, പിന്നെ നമ്മുടെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് എല്ലാം ഒരു എക്സ്റ്റെൻറ്റ് വരെ ടർമറിക്ക് കുറയ്ക്കുന്നു. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പൈസാണ് ജിഞ്ചർ. ജിഞ്ചറിൻ്റെ അകത്തുള്ള ജിഞ്ചറോൾ, പിന്നെ സിഞ്ചിബെറീൻ അല്ലെങ്കിൽ ഷോഗാൾ എന്ന് പറഞ്ഞ കെമിക്കൽസ്, അത് പൊട്ടൻ്റായിട്ട് ഒരു ഈ പറഞ്ഞ പോലെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഒരുപാട് കുറയ്ക്കാൻ കഴിവുള്ളതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. പ്രോകൈനിങ്, അതായത് നമ്മുടെ ഗ്യാസ്ട്രിക് എംറ്റിങ് ഒരു എക്സ്റ്റെൻറ്റ് വരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ സിഞ്ചിബെറൈന് കൊളസ്ട്രോൾ ലോവറിങ് കപ്പാസിറ്റീസും ഉണ്ട്. പിന്നെ ഈ സ്പൈസസ് നമ്മൾ ഒരു ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ എസ്പെഷ്യലി ടർമറിക്ക്, അത് നമ്മുടെ ആപ്പിറ്റൈറ്റിന് ഒരു എക്സ്റ്റെൻറ്റ് വരെ സപ്രസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസിനും അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും ചേർന്ന ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് നമ്മൾ രാവിലെ ഇത്രയും രുചിയോടെ കഴിക്കുന്നത്. സാധാരണ മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്കിനും അതിനൊരു കയ്പ് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ നമ്മുടെ സാധാരണ ഇഡലിയും സാമ്പാറും അല്ലെങ്കിൽ സാധാരണ ഇഡലിയും ചട്നിക്കും ഇത്രയും ഔഷധ ഗുണങ്ങൾ അതിൻ്റെ അത് ചേർന്നിട്ടുണ്ട്. അപ്പം ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്കൊരു കാര്യം ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ അഭിപ്രായങ്ങൾ ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ളതാണ് സിവിലൈസേഷൻ. അത് നമ്മുടെ രാജ്യത്ത് 7,000 കൊല്ലത്തിനപ്പുറം കൊണ്ടാണ് ആ സിവിലൈസേഷൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടായി നിലനിന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഫുഡിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. മാത്രമല്ല ഈ 7,000 കൊല്ലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ സിവിലൈസേഷൻ അത് നമ്മുടെ ഫുഡിൽ കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് മെഡിക്കൽ റിസർച്ചിൽ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് മാത്രമേ അത് റിഫ്ലക്റ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. നമുക്കറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, കമ്മ്യൂണിക്കേഷന് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് താഴെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ താഴത്തെ ഇമെയിലുമായിട്ട് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.